കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധീഷ് തന്റെ മനസ്സിലുള്ള ആ ഒരു പ്രണയം എങ്ങനെയെങ്കിലും നിധിയോട് പറയണമെന്ന ഉറച്ച തീരുമാനത്തിലായിരിക്കും. നാളെ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു ദിവസമാണ്. വിവാഹമോചിതനായി കോടതിയിൽ ഹാജരാവേണ്ട ദിവസം. അതിനു മുൻപ് അവളോട് ചിലത് തുറന്നു പറയണം. മനസ്സിൽ കാലങ്ങളായി അടക്കിവെച്ച പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ വിങ്ങലുകൾ അവളെ അറിയിക്കണം. അതിനായിട്ടാണ് അവൻ അവളെയും കൂട്ടിയിട്ട് നേരെ തിരക്കില്ലാത്ത കടൽ തീരത്തേക്ക് വന്നത്. നിധി ഒന്നും മിണ്ടാതെ അവന് അല്പം പിന്നിലായി നടക്കുകയായിരുന്നു. നടന്ന് തിരമാലകൾ കാലിൽ മുട്ടുന്ന ആ ഒരു സ്ഥലത്ത് അവർ നിന്നു. സുധീഷ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കടലിലേക്ക് നോക്കി നിൽക്കുന്ന നിധിയുടെ മുഖത്തേക്ക് അവനൊന്ന് പാളി നോക്കി. അസ്തമയ സൂര്യന്റെ ചുവന്ന പ്രകാശം അവളുടെ മുഖത്ത് വീണപ്പോൾ അവന് വല്ലാത്തൊരു സൗന്ദര്യം തോന്നി. എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം? സുധീഷിന്റെ തലച്ചോറ് വല്ലാതെ പടിപ്പെട്ടു. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്നത് പോലെ. അവൻ മനസ്സിൽ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് താൻ നിധിയോട് സംസാരിക്കുന്നത് അവൻ മനസ്സിലിങ്ങനെ സങ്കല്പിച്ചു നോക്കി. അവൻ തന്റെ ഭാവിയിൽ അവളോട് പറയുകയാണ്, നിധി, നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് എന്താണ് ചിന്തയെന്നൊന്നും എനിക്കറിയില്ല. നാളെ നമ്മൾ കോടതിയിൽ പോവുകയാണ്, എന്നേക്കുമായി പിരിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനു മുൻപ് എനിക്ക് നിന്നോടൊരു സത്യം തുറന്നു പറയാനുണ്ട്. നീ വിചാരിക്കുന്നുണ്ടാവും അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയതാണ് എന്ന്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ കല്യാണം നടന്നത് എന്ന്. നിന്നോട് യാതൊരു ഇഷ്ടമില്ലാതായിരിക്കും അത് നടന്നത് എന്ന്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് നിന്റെ ജീവിതം ഞാൻ തകർത്തു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ അതല്ല സത്യം. ഞാൻ നിന്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ എനിക്ക് നിന്നോട് പ്രണയമുണ്ടായിരുന്നു നിധി. നിന്നെ ഞാൻ ആദ്യമായി കണ്ട നിമിഷം മുതൽ എൻ്റെ ഉള്ളിൽ മുട്ടിട്ടതാണ് ആ ഒരു ഇഷ്ടം. എപ്പോഴൊക്കെയോ നീ എൻ്റേതായി മാറുമെന്ന് ഞാൻ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അപ്പോഴാണ് നിന്റെ ജീവിതത്തിലേക്ക് സൂര്യ കടന്നു വന്നത്. സൂര്യയുമായി നിന്റെ വിവാഹം നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ച് തകരുകയായിരുന്നു. എൻ്റെ പ്രണയം എനിക്ക് നഷ്ടപ്പെടുകയാണല്ലോ എന്ന് ഞാൻ വേദനിച്ചു. പക്ഷേ വിധിയുടെ കളി മറ്റൊന്നായിരുന്നു. അപ്രതീക്ഷിതമായി നീ എൻ്റെ പാതിയായി മാറി. അന്നു മുതൽ ഞാൻ നിന്നെ എൻ്റെ സ്വന്തം ഭാര്യയായിട്ടാണ്, എൻ്റെ ജീവന്റെ പാതിയായിട്ടാണ് മാത്രമാണ് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത്. എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമാണ് നിധി. സങ്കല്പത്തിൽ നിധീഷ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിധിയുടെ കണ്ണുകൾ നിറയുന്നതും അവൾ അവനെ അത്ഭുതത്തോടെ നോക്കുന്നതൊക്കെ അവൻ കണ്ടു. സുധീഷെ, അവളുടെ ശബ്ദം ഇടറുന്നതായി അവന് തോന്നി. ഞാൻ കരുതിയത് എന്നെ ഒരു ഭാരമായിട്ടാണ് സുധീഷ് കാണുന്നത് എന്നാണ്. എനിക്കിഷ്ടമില്ലാതെ നടന്ന ഈ ഒരു വിവാഹം അതുപോലെ തന്നെ സുധീഷിനും ഒരു ബാധ്യതയാണെന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ ജീവിതം തകർത്തത് സുധീഷേട്ടനാണെന്ന് ഞാൻ കരുതി ഒരുപാടധികം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇത്രയും വലിയൊരു സ്നേഹം എനിക്കായിട്ട് ഉണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇല്ല നിധി, അവൻ സങ്കല്പത്തിൽ അവളുടെ കൈകൾ പിടിച്ചു. എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമായതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നിന്നെ കൂട്ടിയത്. ഓരോ തവണ നീ എന്നെ വെറുപ്പോട് തള്ളിപ്പറയുമ്പോഴും നിന്നെ കൂടുതൽ സ്നേഹിക്കാനാണ് എനിക്ക് തോന്നിയത്. ഇനി പറ നിധി, നിനക്കെന്നെ ഉൾക്കൊള്ളാൻ കഴിയോ? എനിക്കറിയില്ല സുധീഷെ, സങ്കല്പത്തിൽ നിധി അവനോട് പറഞ്ഞു. ഇപ്പൊ എനിക്ക് നിങ്ങളോട് ഒരുപാടധികം ബഹുമാനവും സ്നേഹവും തോന്നുന്നു. തൻ്റെ ഈ മനോഹരമായ സങ്കല്പത്തിൽ സുധീഷ് ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അതേസമയം ഇങ്ങനെ തന്നെ പറയണം, അവൾ ഒരിക്കലും തന്നെ തള്ളിക്കളയില്ല. അവളുടെ ഉള്ളിലെ തെറ്റിദ്ധാരണകൾ മാറിയാൽ നാളെ തന്നെ ആ ഒരു ഡിവോഴ്സ് എന്ന് ഭയപ്പെടുത്തുന്ന സ്വപ്നം നമുക്ക് ഒഴിവാക്കാം. പക്ഷെ സുധീഷ് തീരുമാനിച്ചുറപ്പിച്ചു. അവൻ തൊണ്ടയൊന്ന് ശരിയാക്കിക്കൊണ്ട് നിധിയുടെ നേർക്ക് പറഞ്ഞു. നിധി അവൻ പതുക്കെ വിളിച്ചു. അവൾ മുഖം തിരിച്ച് അവനെ നോക്കിയിട്ട്, എന്താ സുധീഷെ, നിനക്കെന്താ എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കും. സുധീഷ് വാ തുറക്കാനാഞ്ഞുവെങ്കിലും പെട്ടെന്ന് തന്നെ അവർക്ക് പിന്നിൽ രൂക്ഷമായിട്ടൊരു ശബ്ദം കേട്ടു. രൂക്ഷമായ വാക്കേറ്റം, ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ശബ്ദം. നീ എന്താടി വിചാരിച്ചത്, എന്നെ ഇത്രയും കാലം കൽബലിപ്പിക്കാമെന്നോ? ആക്രോശിച്ചുകൊണ്ടുള്ള ആ ഒരു ശബ്ദം കേട്ട് സുധീഷും നിധിയും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അല്പം അകലെയിരുന്ന് ഒരു ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയിൽ നിന്ന് വലിയ വായിലിങ്ങനെ വഴക്കിടുകയാണ്. ചുറ്റുമുള്ളവരൊക്കെ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് തന്റെ മനോഹരമായ സ്വപ്നത്തിൽ നിന്നും പരുക്കൻ യാഥാർത്ഥ്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പോലെ നിന്നു. അവൻ പറയാൻ വന്ന വാക്കുകൾ പാതി വഴിയിലങ്ങ് തടഞ്ഞു. അവർ തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ആ പെൺകുട്ടി വല്ലാതെ ഭയന്നിട്ടുണ്ട്. നിധി ഉത്കണ്ഠയോടെ പറഞ്ഞു. വാ സുധീഷെ, നമുക്കൊന്ന് പോയി നോക്കാം എന്താ കാര്യമെന്ന്. ഏയ് വേണ്ട നിധി, അവർ അവരുടെ പ്രശ്നം തീർത്തോട്ടെ. നമ്മൾ എന്തിനാ അപരിചിതമായ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത്? നമുക്ക് മാറി നിൽക്കാം. സുധീഷ് അവളെ തടയാൻ ശ്രമിച്ചു. അവനിപ്പോൾ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിധിയോട് പറയുന്നതിലായിരുന്നു ശ്രദ്ധ. ഈ അനാവശ്യ പ്രശ്നത്തിൽ ഇടപെട്ട് സമയം കളയാനൊന്നും അവന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ സുധീഷെ? നിധി അല്പം ദേഷ്യത്തോട് പ്രതികരിച്ചു. അയാൾ വളരെ മോശമായിട്ടാണ് ആ കുട്ടിയോട് പെരുമാറുന്നത്. അവൾ കരയുന്നത് കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ വെറുതെ വിട്ടിട്ട് പോവാം എനിക്ക് കഴിയില്ല. അത്രയും പറഞ്ഞ നിധി വേഗത്തിൽ തന്നെ അവരുടെ അടുത്തേക്ക് നടന്നു. വേറെ വഴിയില്ലാതെ സുധീഷും അവളുടെ പിന്നാലെ പോയി. അവരുടെ അരികിലെത്തിയപ്പോൾ സുധീഷ് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. ആ പെൺകുട്ടിയോട് ചൂടാകുന്ന ആ യുവാവ് സുധീഷിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. എടാ നീയോ? സുധീഷ് അത്ഭുതത്തോടെ അവനെ നോക്കി. സുധീഷിനെ കണ്ടപ്പോൾ ആ സുഹൃത്തൊന്ന് പകച്ചു. സുധീഷേ, നീ എന്താടാ ഇവിടെ? അത് പിന്നെ ഞങ്ങൾ വെറുതെ കാറ്റുകൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാ.
അതല്ല, നിനക്കിത് എന്ത് പറ്റി? എന്താ ഇവിടെ ഇത്ര വലിയ ഒച്ചപ്പാട് ബഹളമൊക്കെ? സുധീഷ് ചോദിച്ചു. അപ്പോഴേക്കും ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് നിധിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. നിധി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധീഷിന്റെ സുഹൃത്തിനോട് ചോദിച്ചു, എന്തു പറ്റി സഹോദര? എന്തിനാ ഈ കുട്ടിയോട് ഇങ്ങനെ ചൂടാവുന്നത്? ആ സുഹൃത്തിന്റെ മുഖത്ത് നിരാശവും ദേഷ്യവും സങ്കടമൊക്കെ ഇഴുകിച്ചേർന്നു. അവൻ ഒരു നെടുവീർപ്പോടെ സുധീഷിനെ നോക്കി പറയാൻ തുടങ്ങി, എടാ സുധീഷേ, ഇവളുടെ പിന്നാലെ ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് നടക്കുക. ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. എന്നും കാണും, ഒരുപാട് നേരം സംസാരിക്കും. കോളേജിലായാലും പുറത്തായാലും ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഞാൻ ഇവളെ എൻ്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിലെ ഇഷ്ടം ഞാൻ ഇവളോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇവളുടെ വീട്ടുകാർ മറ്റൊരു വിവാഹം ഇവൾക്ക് വേണ്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവൾ പറയാണ് അവൾക്ക് എന്നോട് അങ്ങനൊരു ഇഷ്ടമില്ലായിരുന്നു എന്ന്. ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നിട്ട് എൻ്റെ സ്വപ്നങ്ങൾക്ക് വളമിട്ടിട്ട് ഇപ്പോൾ ഇവൾ എന്നെ തള്ളി പറയുവാണ്. അവൻ ആ പെൺകുട്ടിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആക്രോശിച്ചു. ഇത് കേട്ടപ്പോൾ ആ പെൺകുട്ടി കണ്ണീരോടെ നിധിയെ നോക്കി പറഞ്ഞു, ചേച്ചി പറ, ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ഞാൻ ഒരിക്കൽ പോലും ഇവനോട് എനിക്ക് പ്രണയമാണെന്നോ ഇഷ്ടമാണെന്നോ പറഞ്ഞിട്ടില്ല. ഇവൻ എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ ഇവനോട് തുറന്നു പറയാറുണ്ടായിരുന്നു. അത് ശരിയാണ്, ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്കിവനെ വലിയ കാര്യമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ജീവിത പങ്കാളിയായി ഞാൻ ഒരിക്കലും ഇവനെ കണ്ടിട്ടില്ല. ആ ഒരു കണ്ണുകൊണ്ട് ഇവനെ ഞാൻ നോക്കിയിട്ടുമില്ല. സ്വന്തം സുഹൃത്ത് പ്രണയം പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറിയത്. പെൺകുട്ടിയുടെ വാക്ക് കേട്ട് സുഹൃത്ത് കൂടുതൽ പ്രകോപിതനായി. അതൊന്നുമല്ല സത്യം സുധീഷേ, ഇവൾ വലിയ വീട്ടിൽ ജനിച്ചവളല്ലേ. നല്ല പഠിപ്പും വിദ്യാഭ്യാസവും പണവും ഒക്കെയുണ്ട്. ഞാനൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ടായിരിക്കും ഇവൾക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒട്ടും താല്പര്യമില്ലാത്തത്. പണക്കാരനായ വേറൊരാളെ കിട്ടിയപ്പോൾ ഇവൾ എന്നെ വലിച്ചെറിയാണ്. അങ്ങനെയൊന്നുമല്ലാന്ന് ആ ഒരു പെൺകുട്ടി ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ ഒരിക്കലും നിന്നെ അങ്ങനൊരു പണത്തിൻ്റെ പേരിലൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. നിന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് എൻ്റേതായിട്ടുള്ള ചില സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട്. അതിലേക്ക് നിന്നെ കൂട്ടിച്ചേർക്കാനൊന്നും എനിക്ക് കഴിയില്ല. അതിന് പണവുമല്ല കാരണം, എൻ്റെ മനസ്സാണ്. ഈ സംഭാഷണങ്ങൾ കേട്ടു നിൽക്കുന്ന സുധീഷിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. അവൻ നിധിയുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിധിയും സ്വന്തം സുഹൃത്തിൻ്റെ സ്ഥാനത്ത് അവനെയും അവൻ സങ്കല്പിച്ചു പോയി. ദൈവമേ, ഞാനും ഇവിടെ വന്നത് എൻ്റെ ഉള്ളിലെ പ്രണയം നിധിയോട് തുറന്നു പറയാനാണല്ലോ. ഈ സുഹൃത്ത് അനുഭവിച്ച അതേ അവസ്ഥയാണല്ലോ ഞാനും. എൻ്റെ മനസ്സിലെ ഇഷ്ടം പറഞ്ഞ നിധിയും ആ പെൺകുട്ടിയെ പോലെ എന്നെ തള്ളി പറയോ? എന്നെ ഒരു പങ്കാളിയായി അവൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? സുധീഷിൻ്റെ ഹൃദയമിടിപ്പ് വീണ്ടും ഉച്ചത്തിലായി. അവൻ വിയർക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ പെൺകുട്ടി സുധീഷിൻ്റെ നേർക്ക് തിരിഞ്ഞു ചോദിച്ചു, ചേട്ടൻ തന്നെ പറ, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ? സ്നേഹിക്കാത്ത ഒരാളോട് സ്നേഹമുണ്ടെന്നോടെ പറഞ്ഞ് കൂടെ ഇറങ്ങിത്തിരിക്കണമായിരുന്നോ ഞാൻ? അതിന് മറുപടി പറയാനാവാതെ സുധീഷ് നിന്നു. അപ്പോൾ അവൻ്റെ സുഹൃത്ത് ചോദിച്ചു, എടാ നീ പറ, എൻ്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ജീവന് തുല്യ സ്നേഹിച്ച പെണ്ണ് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവാൻ എങ്ങനെയാടാ നിനക്ക് സഹിക്കാൻ കഴിയുന്നത്? സുധീഷ് തൊണ്ട വരണ്ടതുപോലെ ഇങ്ങനെ തോന്നിയവനെ. താൻ തന്നെ അതുപോലൊരു കുരുക്കിൽ പെട്ടിരിക്കുകയാണല്ലോ. എന്തു മറുപടി പറയും? ആ നിമിഷം ആ പെൺകുട്ടി നിധിയുടെ കൈകൾ പിടിച്ച് ചോദിച്ചു, ചേച്ചി പറ, ചേച്ചിയാണെങ്കിൽ എന്തു ചെയ്യും? ചേച്ചി ഒരിക്കലും ഒരു ഭർത്താവായി കാണാൻ കഴിയാത്ത ഒരാളോട് ചേച്ചി ഇങ്ങനെ പറഞ്ഞാൽ ചേച്ചി അത് അംഗീകരിക്കുമോ? സുധീഷ് ശ്വാസം അടക്കി പിടിച്ച് നിധിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മറുപടി എന്തായിരിക്കും? അത് തൻ്റെ കൂടി വിധിയായിരിക്കുമോ? നിധി വളരെ ശാന്തതയോടെ എന്ന ദൃഢമായ സ്വരത്തിൽ തന്നെ പറഞ്ഞു, കുട്ടി, നീ എടുത്ത തീരുമാനമാണ് ശരി. ഞാനാണെങ്കിലും ഇങ്ങനൊരു തീരുമാനം എടുക്കത്തുള്ളൂ. എനിക്കൊരാളോട് ഒരു പ്രണയം തോന്നുന്നില്ലെങ്കിൽ, അയാളെ എനിക്ക് ആ രീതിയിൽ ഒരിക്കലും കാണാൻ കഴിയില്ലെങ്കിൽ ഞാൻ അത് മുഖത്ത് നോക്കി തന്നെ പറയും. ഒരിഷ്ടവുമില്ലാതെ ഒരാളുടെ കൂടെ ജീവിക്കാൻ പോയാൽ അത് രണ്ടുപേരുടെയും ജീവിതം നശിപ്പിക്കും. അങ്ങനെ കാണാൻ കഴിയാത്ത ഒരാളെ നമ്മൾ എങ്ങനെ ഭർത്താവായി ചിന്തിക്കും? ഒരിക്കലും അത് സാധിക്കുന്ന കാര്യമല്ല. അതിനാൽ നീ ചെയ്തത് 100% ശരിയാണ്. നിധിയുടെ വാക്കുകൾ സുധീഷിന്റെ നെഞ്ചിൽ ഒരു വലിയ പാറക്കല്ല് പതിച്ചതുപോലെയാണ് തോന്നിയത്. അവന്റെ സകല പ്രതീക്ഷകളും ഇത്രയും നേരം അവൻ കെട്ടിപ്പടുത്ത സ്വപ്നങ്ങളെല്ലാം തന്നെ ഒറ്റ നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. നിധിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. അവൾക്കൊരിക്കലും ഇഷ്ടമില്ലാത്ത ഒരാളെ ഭർത്താവായി കാണാൻ കഴിയില്ല. താനും അവൾക്ക് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തന്റെ പ്രണയം തുറന്നു പറഞ്ഞാൽ അവൾ തന്നെ സഹതാപത്തോടെ നോക്കി ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ തള്ളി പറയും. അത് കേൾക്കാനുള്ള ശക്തി തനിക്കില്ല. വേണ്ട, ഇവളോടൊന്നും പറയുന്നില്ല. അതാണ് ബുദ്ധി. സുധീഷ് വളരെ പാടുപെട്ട് തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, എടാ, അവൾക്ക് താല്പര്യമില്ലെന്ന് അവൾ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. പിന്നെ നീ എന്തിനാടാ ഒരു ശല്യമായിട്ട് അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അവളുടെ ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം സാധ്യമല്ല. അതുകൊണ്ട് നീ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാ നല്ലത്. അവളുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. നീ ഒരു പുരുഷനല്ലേ, ഇതൊക്കെ ഉൾക്കൊള്ളാനൊന്ന് പഠിക്ക്. അത്രയും പറഞ്ഞപ്പോഴേക്കും സുധീഷിന്റെ വാക്കുകൾ വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. അത് സുഹൃത്തിനെ ഉപദേശിച്ചതല്ല, തന്നോട് തന്നെ പറഞ്ഞതാണെന്ന് സുധീഷിന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഒടുവിൽ ആ പ്രശ്നം അവസാനിപ്പിച്ച് ആ സുഹൃത്തും പെൺകുട്ടിയും 2 വഴിക്ക് പിരിഞ്ഞുപോയി. കടൽ തീരത്ത് വീണ്ടും ശാന്തമായി. പക്ഷേ സുധീഷിന്റെ ഉള്ളിലെ കോളിളക്കം അവസാനിച്ചിരുന്നില്ല.
അവൻ വല്ലാതെ വിയർക്കുകയും വെപ്രാളപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ കാറിലേക്ക് നടക്കാൻ തുടങ്ങി. നിധി അവന്റെ ഒപ്പമെത്തി. സുധീഷെ, അവൾ വിളിച്ചു. എന്താ നിധി? അവൻ മുഖത്തേക്ക് നോക്കാതെ തന്നെ ചോദിച്ചു. അല്ല, സുധീഷ് എന്നോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാറുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ടെന്താ ഒന്നും പറഞ്ഞില്ലല്ലോ? എന്താ കാര്യം? നിധിയുടെ കണ്ണുകൾ അവനെ ഇങ്ങനെ തുളച്ചു നോക്കുന്നത് പോലെ അവന് തോന്നി. അത് പിന്നെ സുധീഷ് പരിങ്ങി. എന്തെങ്കിലും ഒരു കള്ളം പറയണം. ഉള്ളിലെ സത്യം പുറത്തു വരാൻ പാടില്ല. അതൊന്നുമല്ല നിധി, ഞാൻ ആ വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാ. വക്കീലോ? നിധി ഞെട്ടി വിളിച്ചു. നാളെ കോടതിയിൽ പോവേണ്ട കാര്യം വക്കീൽ എന്നോട് പറഞ്ഞതാണല്ലോ. അതിനിപ്പോ എന്താ നമ്മൾ ഇത്രയും ദൂരം വന്ന് സംസാരിക്കുന്നത്? കോടതിയിൽ വെച്ച് കണ്ടാ പോരെ? അല്ല നിധി, ഞാൻ ചോദിക്കുന്നത് നിനക്കിപ്പോ എന്തെങ്കിലും മാറ്റമുണ്ടോ തീരുമാനത്തിൽ? സുധീഷ് വിക്കി ചോദിച്ചു. അവൾ ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുമോ എന്ന് അവൻ ഭയന്നു. മാറ്റമോ? എനിക്കോ? നിധി ഒരു നിമിഷം അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പിന്നെ വരണ്ട ഒരു ചിരിയോടെ പറഞ്ഞു. എനിക്കൊരു മാറ്റവുമില്ല സുധീഷെ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമല്ലേ ഇത്? നമ്മൾ പരസ്പരം പൊരുത്തപ്പെടില്ലെന്ന് മനസ്സിലാക്കി ഒരുമിച്ച് ഫയൽ ചെയ്ത ഡിവോഴ്സ് കേസല്ലേ അത്? നമ്മൾ ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയല്ലേ? അപ്പൊ പിന്നെ ഞാൻ എന്തിനു പിന്മാറണം? ഒരാൾ മാത്രം പിന്മാറേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ നാളെ തന്നെ കോടതിയിലേക്ക് പോവും. ഈ ബന്ധം ഇവിടെ അവസാനിക്കും. നിധിയുടെ വാക്കുകൾ ഒരു ചാട്ടുള്ളി പോലെയാണ് സുധീഷിന്റെ ഹൃദയത്തിലേക്ക് പതിച്ചത്. അവന്റെ അവസാനത്തെ പ്രതീക്ഷയും നാളവും അങ്ങ് അണഞ്ഞുപോയി. അവൾക്കൊരു മാറ്റവുമില്ല. തന്നോടൊപ്പം ജീവിക്കാൻ അവൾക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു. അവനൊരു യന്ത്രം പോലെ ആ കാറിന്റെ ഡോറ് തുറന്നു കയറി. നിധി വന്ന് സീറ്റിലേക്കിരുന്നു. കാറ് മുന്നോട്ട് കുതിക്കുമ്പോൾ പുറത്ത് ഇരുട്ട് വീണുന്നത് പോലെ സുധീഷിന്റെ മനസ്സിലും കൊടും കൂരിരുട്ടായിരുന്നു. വീട്ടിലെ സ്വീകരണ മുറിയിൽ വല്ലാത്തൊരു മൂകത തളം കെട്ടി നിന്നു. സുഭാഷും ഹരീഷും നികേഷൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് ഉത്കണ്ഠ നിഴലിച്ചു. നാളത്തെ കോടതി നടപടികളെ കുറിച്ചായിരുന്നു അവരുടെ ചർച്ച. ഇനിയിപ്പോ എന്തു ചെയ്യും ഹരീഷേ? സുഭാഷ് നിരാശയോട് ചോദിച്ചു. നാളെ രാവിലെ കോടതിയിൽ ഹാജരാവാൻ വക്കീൽ കർക്കശമായി പറഞ്ഞിട്ടുണ്ട്. സുധീഷും നിധിയും തമ്മിൽ പിരിയുകയാണെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും വലിയൊരു വേദനയായിരിക്കില്ലേ? എന്തു ചെയ്യാനാ സുഭാഷേട്ടാ? ഹരീഷ് നെടുവീർപ്പിട്ടു. സുധീഷും നിധിയും സംസാരിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ബീച്ചിലേക്ക് പോയിരിക്കുകയാണല്ലോ. അവിടെ വെച്ച് എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാ ഭാഗ്യം. സുധീഷ് അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ തീരുമാനിച്ചിട്ടാണ് പോയത്. എങ്ങനെയാവും കാര്യങ്ങൾ എന്നൊന്നും അറിയില്ല. അവൻ വന്നു കഴിഞ്ഞാൽ അറിയാം. നികേഷ് ഒരു കുസൃതിയോടെ പറഞ്ഞു. സുധീഷ് ഏട്ടനല്ലേ പോയിരിക്കുന്നത്? മിക്കവാറും കുളം തോടാൻ ചാൻസ് ഉണ്ട്. നിധിയേട്ടത്തിയുടെ ആ വലിയ ഡയലോഗുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ സുധീഷ് ഏട്ടൻ ഒരിക്കലും സാധിക്കില്ല. എന്തെങ്കിലും അബദ്ധം കാണിച്ച് അവൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. കണ്ടോ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നികേഷേ? സുഭാഷ് അവനെ ശാസിച്ചു. അവൻ അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ കഷ്ടപ്പെടുകയാണെന്ന് നിന്റെ ഒരു വളിപ്പ് കോമഡി. അപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. 3 പേരും ആകാംക്ഷയോടെ വാതിൽക്കലേക്ക് നോക്കി. സുധീഷും നിധിയും ഉള്ളിലേക്ക് കയറി വന്നു. സുധീഷിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഹരീഷിനും സുഭാഷിനും കാര്യം ഏകദേശം മനസ്സിലായി. അവൻ ആകെ തളർന്നിരിക്കുകയാണ്. മുഖത്ത് ഒരു ശവപ്പറമ്പിനെ പോലുള്ള മൂകത. അവനൊന്നും സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരം നെഗറ്റീവാണെന്ന് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നികേഷ് എന്തോ ചോദിക്കാൻ വായ തുറന്നപ്പോഴേക്കും സുഭാഷ് അവനെ കൈകൊണ്ട് തടഞ്ഞു. പതുക്കെ പറഞ്ഞു. നീ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാനൊന്നും പോവണ്ട. അവന്റെ അവസ്ഥ കണ്ടില്ലേ? നിധി എല്ലാവരെയും ഒന്ന് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് സുഭാഷിനോട് ചോദിച്ചു. സുഭാഷേട്ടാ, നല്ല വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാനെടുക്കുവോ? വളരെ സ്വാഭാവികമായ ആ ഒരു ചോദ്യം സുഭാഷിനെ അത്ഭുതപ്പെടുത്തി. നാളെ ഡിവോഴ്സ് നടക്കാൻ പോകുന്ന ആ ഒരു പെൺകുട്ടിയുടെ യാതൊരു വിഷമവും ആ മുഖത്തില്ലല്ലോ. അവൻ വേഗം പറഞ്ഞു. അതിനെന്താ മോളെ, നീ പോയിട്ടൊന്ന് ഫ്രഷായിട്ട് വാ. ഞാൻ ഇപ്പൊ തന്നെ കഴിക്കാനെടുത്ത് വെക്കാം. നിധി മുറിയിലേക്ക് പോയപ്പോൾ സുധീഷ് ഒരു സോഫയിലേക്ക് അങ്ങ് തളർന്നിരുന്നു. അവൻ 2 കൈകളും കൊണ്ട് മുഖം പൊത്തി. രാത്രിയിലെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ തയ്യാറെടുക്കുന്ന ആ ഒരു സമയത്ത് വീട് പൂർണ്ണമായും നിശബ്ദമായിരുന്നു. ഹാളിൽ സുധീഷും സുഭാഷും ഹരീഷും നികേഷും മാത്രമായി. സുധീഷിന്റെ മുഖത്ത് സങ്കടം കണ്ട് സുഭാഷിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ സുധീഷിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. എടാ, എന്തു പറ്റിയടാ നിനക്ക്? നീ അവളോട് സംസാരിച്ചില്ലേ? നിന്റെ മനസ്സിലെ സ്നേഹം നീ അവളോട് തുറന്നു പറഞ്ഞില്ലേ? നാളത്തെ കേസിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചോ? സുധീഷ് നനഞ്ഞ കണ്ണുകളോടെ സുഭാഷിനെ നോക്കി. സംസാരിച്ചു സുഭാഷേട്ടാ, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതുപോലെ അതങ്ങ് സംസാരിക്കാൻ പറ്റിയില്ല. അതെന്താടാ? എന്താ അവിടെ സംഭവിച്ചത്? ഹരീഷ ആകാംക്ഷയോട് ചോദിച്ചു. അതിനിടയിലേക്ക് എന്റെ ഒരു കൂട്ടുകാരൻ കടന്നു വന്നു സുഭാഷേട്ടാ. അവൻ വന്ന് എല്ലാം അങ്ങ് നശിപ്പിച്ചു. സുധീഷ് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. കൂട്ടുകാരനോ? അവൻ എന്ത് നശിപ്പിച്ചെന്നാ നീ ഈ പറയുന്നത്? തുടർന്ന് ബീച്ചിൽ വെച്ച് തന്റെ സുഹൃത്തുമാ ഒരു പെൺകുട്ടിയും ഇടയിലുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ സുധീഷ് അവർക്കിടയിലേക്ക് വിശദീകരിച്ചു കൊടുത്തു. ആ പെൺകുട്ടി നിധിയോട് ചോദിച്ചതും നിധി നൽകിയ ഉറപ്പായ ആ ഒരു മറുപടിയും അവൻ അക്ഷരം പ്രതി ആവർത്തിച്ചു. ഇതാണ് സുഭാഷേട്ടാ ഉണ്ടായത്. സുധീഷ് കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ കേട്ടുന്നതിന് ശേഷം ഞാൻ അവളോട് എന്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും എന്നോട് നോ മാത്രമേ പറയത്തുള്ളൂ. അത് താങ്ങാനുള്ള ശേഷി ഈ സുധീഷിനില്ല. എന്റെ ഹൃദയം പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. സുഭാഷ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു.
എടാ നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ നാളെ കോടതിയിൽ പോകണല്ലോ. അവിടെ ചെന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും. എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. പെട്ടെന്നിനെ സുധീഷിന്റെ കണ്ണിൽ ഒരു വല്ലാത്ത തിളക്കം വന്നു. സങ്കടം മാറി അവിടെ ഒരു ഉറച്ച ദൃഢനിശ്ചയം വരുന്നത് അവർ കണ്ടു. അവൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഇല്ല സുഭാഷേട്ടാ, ഡിവേഴ്സ് എന്നൊരു കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവൾ മാത്രമായിരിക്കും. അതിനി ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല. ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണത്. അവന്റെ ശബ്ദത്തിൽ ഗാംഭീര്യം നിറഞ്ഞു. ഇനി സുധീഷിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നിധി മാത്രമായിരിക്കും, അല്ലാതെ വേറൊരാളും ഈ സ്ഥാനത്തേക്ക് വരാനായിട്ട് പോകുന്നില്ല. നിങ്ങളൊക്കെ കണ്ടോ, അവളെ കൊണ്ട് ഞാൻ എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുക തന്നെ ചെയ്യും. അവളുടെ ആ ഒരു പിടിവാശി ഞാൻ അങ്ങ് മാറ്റിയെടുക്കും. ഇത് കേട്ട് നികേഷ് പതിവ് പോലെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഓഹോ, കണ്ടത് തന്നെ. ഇങ്ങനെ പോവുകയാണെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല സുധീഷേട്ടാ. നിധിയെടുത്തിയുടെ മുന്നിൽ നിങ്ങളുടെ ഈ ഒരു ഡയലോഗൊന്നും ചിലവാവില്ല. സുധീഷിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അവൻ നികേഷിന് നേരെ തിരിഞ്ഞങ്ങ് രൂക്ഷമായി പറഞ്ഞു, നീ അധികം സംസാരിക്കാതെ പോയി മിണ്ടാതെ കിടന്നുറങ്ങടാ. നികേഷ് പരിങ്ങി പിന്മാറി. സുഭാഷും ഹരീഷും പരസ്പരം നോക്കി. സുധീഷിന്റെ കണ്ണുകളിലെ ആ ഒരു വാശി അവർക്ക് കാണാമായിരുന്നു. നാളെ കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒന്നും തന്നെ പ്രവചിക്കാൻ കഴിയില്ല. സ്നേഹത്തിനും വാശിക്കുമിടയിലുള്ള ആ ഒരു വലിയ യുദ്ധത്തിന് നാളത്തെ പ്രഭാതം സാക്ഷ്യം വഹിക്കാൻ പോവാണ്. വിധി ആരുടെ ഭാഗത്തായിരിക്കുമെന്ന് കാലത്തിന് മാത്രമേ ഇനി അറിയാൻ കഴിയുള്ളൂ. ആ രാത്രി എല്ലാവർക്കും ഒട്ടും തന്നെ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ഡിവേഴ്സ് പേപ്പറിൽ നിധിയും സുധീഷും ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി ഏതായാലും അവർ തമ്മിൽ പിരിയുമോ? അവർ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിധിയില്ലാത്ത ഈ വീടിനെ പറ്റി ചിന്തിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ആകെ സങ്കടപ്പെട്ടുകൊണ്ടായിരിക്കും അവർ 4 പേരും ആ ഒരു ചർച്ചയിലൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.